Good morning, all. Myself Girish Kumar from Exameds. So, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലോജിക്കൽ റീസണിങ്ങിലെ ഒരു ഇമ്പോർട്ടൻറ്റ് റാദർ വെരി ഇൻട്രസ്റ്റിംഗ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ഡയറക്ഷൻ സെൻസ്. എന്താണ് ഡയറക്ഷൻ സെൻസ്? മലയാളത്തിൽ നമുക്ക് അതിനെന്ത് പറയാം? ദിശാബോധം എന്ന് പറയാം. സോ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നമുക്ക് ഉണ്ടാവുന്ന 4 ബേസിക് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡിഫോൾട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് നോർത്ത്, ഒന്ന് സൗത്ത്, ഒന്ന് ഈസ്റ്റും, ഒന്ന് വെസ്റ്റും. So as you can see in the slide, we have 4 basic direction. The upward arrow denoting north, downward arrow south, towards right is east and towards left is west. So ഇതിന് നമ്മൾ എന്തുകൊണ്ടാണ് ബേസിക് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡിഫോൾട്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത്? ഒരു റീസണേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എവിടെ പോയാലും വെളിയിൽ എബ്രോഡ് പോയാലും ഈ 4 ഡയറക്ഷൻ ദിസ് വിൽ ബി റിമൈനിങ് കോൺസ്റ്റന്റ് ആസ് സച്ച്. സോ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, ആസ് വി ഓൾ നോ, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, കിഴക്കുദിക്കുന്നു. എവിടെ അസ്തമിക്കുന്നത്? വെസ്റ്റില്, പടിഞ്ഞാറ്. അത് ഞാനോ നിങ്ങളോ വിചാരിച്ചാൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ 4 ബേസിക് ഡയറക്ഷൻ എന്ന് പറയുന്നത്. നൗ ലുക്കിംഗ് അറ്റ് ദ സെക്കൻഡ് സ്ലൈഡ്. ഓക്കെ, നൗ ഈ 4 ബേസിക് ഡയറക്ഷൻ നമ്മൾ വീണ്ടും 4ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ്? ദ ബേസിക് ഡയറക്ഷൻ നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറഞ്ഞു. നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്ന ഒരു ചെറിയ സബ് ഡയറക്ഷൻ ആണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഈസ്റ്റിനും സൗത്തിനും ഇടയിൽ വരുന്ന സബ് ഡയറക്ഷൻ ആണ് സൗത്ത് ഈസ്റ്റ്. Between south and west is the southwest, and finally between north and west will be the northwest. So ഈ 4 ബേസിക് ഡയറക്ഷൻ വരുമ്പോൾ നമുക്ക് കാണാം അവിടെ 4 റൈറ്റ് ആംഗിൾ ആണ് ഫോം ചെയ്യുന്നത്. നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ, ഈസ്റ്റിനും സൗത്തിനും ഇടയിൽ, സൗത്തിനും വെസ്റ്റിനും ഇടയിൽ, വെസ്റ്റിനും നോർത്തിനും ഇടയിൽ 4 ഇൻഡിവിജ്വൽ 90 ഡിഗ്രി ആംഗിൾ, ഓർ വി ഹാവ് 4 90 ഡിഗ്രി ആംഗിൾസ്. സോ അതിന്റെ ടോട്ടൽ വരുന്നത് എത്രയാണ്? ഒരു സർക്കിളിന്റെ ടോട്ടൽ ഔട്ടർ ഏരിയ വരുന്നത് എത്രയാണ്? 360 ഡിഗ്രി എന്നത് തന്നെയാണ് 4 ബേസിക് ഡയറക്ഷനും വരുന്നത്. ഈ 4 ബേസിക് ഡയറക്ഷൻ നമ്മൾ വീണ്ടും 4ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ്? ആസ് യു ക്യാൻ സി ഓൺ ദ slide over here, it's northeast between north and east, southeast between south and east, southwest between south and west, and finally northwest between north and west. ഈ 4 ബേസിക് ഡയറക്ഷന് ഈ 4 സബ് ഡയറക്ഷൻ കൂടെ വരുമ്പോൾ എന്തായി? ടോട്ടൽ വരുന്നത് 8 ഡയറക്ഷൻ ആണ്. സോ നോർത്ത്, നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത്, സൗത്ത് വെസ്റ്റ്, സൗത്ത്, നോർത്ത് വെസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈ ഓൾറെഡി ഉണ്ടായിരുന്ന 90 ഡിഗ്രി ഇത് സബ് ഡയറക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 490 എന്നുള്ളത് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബൈസെക്റ്റഡ് ഇൻ ടു 2 അക്യൂട്ട് ആംഗിൾസ് ഓഫ് 45 ഡിഗ്രീസ് ഇച്ച്. എന്താണ് ഒരു അക്യൂട്ട് ആംഗിൾ, എന്താണ് ഒബ്റ്റ്യൂസ് ആംഗിൾ, എന്താണ് റൈറ്റ് ആംഗിൾ? എല്ലാവർക്കും അറിയാം. 3 വ്യത്യസ്തമായിട്ടുള്ള ആംഗിൾസ് ആണ് വരുന്നത് ട്രയാംഗിളിൽ. അപ്പോൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ എനി ആംഗിൾ വിച്ച് ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി ആണ് അക്യൂട്ട്, ഗ്രേറ്റർ ദാൻ 90 വിൽ ബി ഒബ്റ്റ്യൂസ് ആംഗിൾ, ആൻഡ് 90 ഡിഗ്രി വിൽ ബി റൈറ്റ് ആംഗിൾ. സോ ഇവിടെ നമുക്ക് വരുന്ന ടോട്ടൽ 8 ആംഗിൾസ് ആണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. ഇതാണ് നമ്മുടെ ബേസിക് 8 ഡയറക്ഷൻ. നൗ ഇനി വരുന്നത്, ഇപ്പോൾ ഡയറക്ഷനിലെ ചോദ്യങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടൈപ്പ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിശയിലേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്? ഒരു പെർട്ടിക്കുലർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന്, നമുക്ക് എപ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും. സോ ഇൻ വിച്ച് ഡയറക്ഷൻ ആർ യു മൂവിങ്, ഓർ ദാറ്റ് പേഴ്സൺ മൂവിങ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? അവിടെ നമ്മൾ ഡയറക്ഷൻ മാത്രം നോക്കുന്നു. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റും ഒരു എൻഡ് പോയിന്റ് തമ്മിലുള്ള ദൂരം, ചുരുങ്ങിയ ദൂരം, ഐ മീൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഓർ ഫോർ ദാറ്റ് മാറ്റർ ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ എപ്പോഴും ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു എൻഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് മാത്രം കാണും. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ വരാം, ഡിസ്റ്റൻസും ഡയറക്ഷനും ചോദിക്കാം. സോ ഓവർ ഹിയർ, ഐ മീൻ ആ ഒരു പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ തരും: എ മാൻ സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. സേ ഫോർ എക്സാമ്പിൾ, എ മാൻ സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ടുവേർഡ്സ് സൗത്ത്. സൗത്തിലേക്ക് വന്ന ഒരാൾ വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ, ഐ വിൽ ഡു ഇറ്റ് ഇൻ ദ സ്ലൈഡ് ഓവർ ഹിയർ. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ വരച്ചിട്ടുണ്ട് ഞാൻ കുറെ അധികം ഇതെല്ലാം. സോ ലെറ്റ്സ് മാർക്ക് ഇറ്റ് ആസ്, ഇവിടെ നമുക്ക് സൗത്ത് വരുന്നു. എ പേഴ്സൺ ട്രാവലിംഗ് ടുവേർഡ്സ് സൗത്ത്, ആരോ മാർക്ക് സൗത്തിലേക്ക് വരുന്നു. അവിടെ വന്ന ഒരാൾ വലത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ റൈറ്റ് ടേൺ, ആൻഡ് ദാറ്റ് വിൽ ടേക്ക് ഹിം ടു ദ ഡയറക്ഷൻ വെസ്റ്റ്. അതേസമയം അയാൾ ഇടത്തോട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലെഫ്റ്റ് വിൽ ടേക്ക് ഹിം ടു ഈസ്റ്റ്. സ്വാഭാവികമായിട്ട് നമുക്ക് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാൾ സൗത്തിലേക്ക് വന്നു, റൈറ്റിലേക്ക് തിരിഞ്ഞു പറഞ്ഞാൽ റൈറ്റ് എടുക്കുമ്പോൾ അത് നമ്മൾ ഈസ്റ്റ് ആണെന്ന് വിചാരിക്കും. അത് റൈറ്റ് അല്ല, ലെഫ്റ്റ് ഹാൻഡ് ആണ്. നേരെ വിപരീതമായിരിക്കും അയാൾ എങ്ങോട്ട് പോയാൽ. ഇഫ് ഹി ട്രാവൽസ് ടുവേർഡ്സ് നോർത്ത്, നോർത്തിലേക്ക് പോയ ഒരാൾ വലത്തോട്ട് തിരിഞ്ഞു. ഇഫ് ഹി ടേക്സ് എ റൈറ്റ് ടേൺ, the right hand side will take him to E for east, and if he takes a left turn,
left turn from north, he will be moving towards west. ഇനി if he takes, I mean he is moving towards east ആണെന്ന് വിചാരിക്കുക. ഈസ്റ്റിലേക്ക് പോയിട്ട് അയാൾ വലത്തോട്ട് തിരിഞ്ഞാൽ, so his right hand side will take him to south. From east, if he takes a left turn, left hand side will take him to north. ഇനി ഫൈനൽ ഡയറക്ഷൻ വെസ്റ്റ് ആണ്. ഇഫ് ഹി ഈസ് ട്രാവലിംഗ് ടുവേർഡ്സ് വെസ്റ്റ്, വെസ്റ്റിലെത്തിയ ഒരാൾ വലത്തോട്ട് തിരിഞ്ഞു, ഹിസ് റൈറ്റ് ഹാൻഡ് സൈഡ് വിൽ ടേക്ക് ഹിം ടു നോർത്ത്. അതേസമയം അയാൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ, വെസ്റ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്താൽ ഹിൽ ബി ട്രാവലിംഗ് ടുവേർഡ്സ് സൗത്ത്. ഈ ഒരു ഫിഗർ വളരെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഡയറക്ഷനിലെ ഒട്ടുമിക്ക ചോദ്യങ്ങളും വലിയ ബുദ്ധിമുട്ട് കൂടാതെ ചെയ്യാൻ പറ്റും. പലർക്കും എന്താണ് തെറ്റുന്നത്, സൗത്തിലേക്ക് വരുന്ന ഒരാൾ വലത്തോട്ട് തിരിയാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, വി മൂവ് ടുവേർഡ്സ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്, നമ്മുടെ വലത് കൈ ഇങ്ങനെ പോകും. അത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ്സ് യുവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ്, ദാറ്റ് വിൽ ടേക്ക് യു ടു ഈസ്റ്റ്. സോ ഏതൊരാൾ സൗത്തിലേക്ക് വന്ന് വലത്തോട്ട് തിരിയാന്ന് പറയുമ്പോൾ എപ്പോഴും ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സൗത്തിലേക്ക് വന്നു ടേക്സ് എ റൈറ്റ് എന്ന് പറയുമ്പോൾ ആ റൈറ്റ് എപ്പോഴും അയാളുടെ വെസ്റ്റിലായിരിക്കും. അയാളുടെ വെസ്റ്റ് അല്ല, ഡിഫോൾട്ട് ഡയറക്ഷൻ വെസ്റ്റ് ആയിരിക്കും റൈറ്റ്. സോ അത് ക്ലിയർ ആണെങ്കിൽ ഒട്ടുമിക്ക പ്രോബ്ലങ്ങളും നമുക്ക് വലിയ ബുദ്ധിമുട്ട് കൂടാതെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു സ്ലൈഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വൽ മൂവ്മെന്റ്സിന്റെ ബേസ് ചെയ്തിരിക്കും. അപ്പൊ ഒരു ക്ലൂ തരാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, എ പേഴ്സൺ സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ടുവേർഡ്സ് നോർത്ത് അല്ലെങ്കിൽ ടുവേർഡ്സ് സൗത്ത്. ഇനീഷ്യലി അത് പറയും, അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മൂവ്മെന്റും പറയാം ദ പേഴ്സൺ ടു കെ റൈറ്റ് ടേൺ ഓർ ദ പേഴ്സൺ ടു കെ ലെഫ്റ്റ് ടേൺ. സോ ഐഡിയലി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളാണ് ആ വ്യക്തി യാത്ര ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ്? അൺലെസ് ആൻഡ് അണ്ടിൽ യു ആർ നോട്ട് വെരി ഷുവർ അബൌട്ട് യുവർ റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, ദെൻ തിങ്സ് വിൽ ഗെറ്റ് കോംപ്ലിക്കേറ്റഡ്. അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ വലതുവശം ഏതാണ് ഇടതുവശം ഏതാണ് നമുക്ക് അറിയാമെങ്കിൽ, ഇപ്പോൾ നോർത്തിലേക്ക് പോയ ഒരാൾ വലത്തോട്ട് തിരിഞ്ഞു പറഞ്ഞാൽ ഡെഫിനറ്റ്ലി എങ്ങോട്ടാണ് അത്, ഹി വിൽ ബി ട്രാവലിംഗ് ടുവേർഡ്സ് ഈസ്റ്റ്. ഫ്രം ദ ഫിഗർ ഇറ്റ്സ് വെരി ക്ലിയർ. സൗത്തിലേക്ക് വന്ന ഒരാൾ റൈറ്റിലേക്ക് തിരിഞ്ഞു പറയുമ്പോൾ ഇത് വരും, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് നോർത്ത് വരും, ദാറ്റ് ഈസ് ഹി വിൽ ബി ട്രാവലിംഗ് ടുവേർഡ്സ് വെസ്റ്റ്. ഈ ഒരു ബേസിക് തിങ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക പ്രോബ്ലങ്ങളും വലിയ ബുദ്ധിമുട്ടോടാതെ ചെയ്യാം. Now we move on to the next slide, looking at yes, സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ഇതാണ് പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത്. എന്താണ് പൈത്തഗോറസ് തിയറം? It says that the hypotenuse square will be equal to base square plus height square or the altitude എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയുന്ന നമ്പേഴ്സ് 3, 4 and 5 ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ബേസ് 3ഉം ഹൈറ്റ് 4ഉം ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ വശം, അല്ലെങ്കിൽ ഇതാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ the side which is opposite to the 90-degree angle, which is termed as a hypotenuse or the lengthiest side of a right angle triangle, and that value will be obtained as 5. So as you can see over here, I have drawn a triangle ABC. With respect to triangle ABC, ഇതിന്റെ AB എന്ന് പറയുന്നതിന്റെ ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആണ്, ആൻഡ് ബേസ് എന്ന് പറയുന്ന BC അതിന്റെ വാല്യൂ 3 ആണ്, and AC forms the hypotenuse and that's been given the value as 5. So എന്താണ് ഫോർമുല? AC square, that is hypotenuse square, will be equal to base square, that is BC square, plus the height, which is nothing but AB square. So root of 3 square plus 4 square. 3 square എത്രയാണ്? 9. 4 square എത്രയാണ്? 16. So what is 9 plus 16? 25. What is root of 25? It's 5. So basically ഇതിനാണ് ഒരു പൈതഗോറിയൻ ട്രിപ്ലറ്റ് എന്ന് പറയുക. ഏറ്റവും ചുരുങ്ങിയ വാല്യൂസ് ഫോർ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, the three sides could be 3 will be the base, 4 will be the height, and 5 will be the hypotenuse. ഇതിനാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. So by practicing more number of questions, we will get into touch with it. So let's look at the next question. Yeah, for that matter, Pythagorean theorem apply ചെയ്യുന്ന ഒരു ഇതാണ്. You can see the question. A man travels 4 kilometers towards north. So എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ we need to have that starting point. So in this figure, we will mark this as point O. And he travels എത്ര കിലോമീറ്റർ ആണ്? 4 kilometers towards north. So reaches A after traveling a distance of 4 kilometers. A എന്ന് പറയുന്ന ഡയറക്ഷൻ ഇപ്പൊ നോർത്തിലാണ്. നോർത്തിൽ നിൽക്കുന്ന ഒരാൾ പിന്നെ എന്ത് ചെയ്തു? ടേൺസ് റൈറ്റ്. നോർത്തിൽ നിൽക്കുന്ന ഒരാൾ വലത്തോട്ട് തിരിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും പോവുക? He takes a right turn and covers a distance of 3 kilometers, reaches a point B. Now, എന്താണ് ചോദിച്ചിരിക്കുന്നത്? How far and in which direction is he from the starting point?
അയാൾ യാത്ര ചെയ്ത് തുടങ്ങിയത് ഒയിൽ നിന്നാണ്, എത്തി നിൽക്കുന്നത് ബിയിലാണ്. സോ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒ ബി ആണ്. സോ ആ ഒരു ഡയറക്ഷൻ നമ്മൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ബേസിക്കലി നോർത്ത്, സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. സോ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഒ ബി എന്ന് പറയുന്നത് ഇതാണ്. ഐ മീൻ ലൈക്ക് ദിസ്. സോ ദിസ് വിൽ ബി ബിറ്റ്വീൻ നോർത്ത് ആൻഡ് ഈസ്റ്റ്. സോ ഡയറക്ഷൻ ഈസ് നോർത്ത് ഈസ്റ്റ്. Now you need to find the distance. എങ്ങനെ ഡിസ്റ്റൻസ് കാണാം? ഇവിടെ തന്നിരിക്കുന്ന ഇത് എത്രയാണ്? ഇനീഷ്യൽ 4ഉം ഇത് 3ഉം. അപ്പൊ ഇതിന്റെ ബേസ് എന്ന് പറയുന്നതാണ് ഒ എ ആണോ എ ബി ആണോ? Looking at the values, the shortest value is definitely 3 kilometers rather. So AB will be the base and OA will be the height. So substituting in the Pythagoras theorem, നമുക്ക് കാണേണ്ട OB ആണ്. So OB square will be equal to, so we'll try to write it over here. OB square will be equal to square root of, I take AB as the base, AB square plus OA square. So that is nothing but root of, so it's AB എത്ര ഇവിടെ വരുന്നത് നമുക്ക്? It's 3 square. So it's root of 3 square, square root of 3 square plus 4 square, and that is been obtained as root of 9 plus 16 square root of 25. So answer will be 5 kilometers. That's option A. So ഇതാണ് ബേസിക് പൈതഗോറിയൻ ഇത് ട്രിപ്ലറ്റ് എന്ന് പറയുന്നത് ഇതിലേക്ക് വരുന്നത്. സോ വി ഹാവ് ഡൺ ദാറ്റ് ക്വസ്റ്റ്യൻ. ബേസിക്കലി ഇത്രയൊക്കെ ഉള്ളൂ ഡയറക്ഷനിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഈ പറയുന്ന ബേസിക് ഫണ്ടമെന്റൽ ഇത് നമുക്ക് അറിയാമെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. സോ hope you understood this concept. For more classes or more videos and things like that, please subscribe to our YouTube channel. Have a great day. Thank you.